തിരികെ എത്തുമ്പോൾ നമ്മൾ മറ്റൊരു അപകട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. അതായത് ഈ അടുത്ത കാലത്തായി നമ്മൾ ഏറെ കേൾക്കുന്ന തരത്തിലുള്ള അപകടമാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുക. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീപിടിച്ചത്. തമിഴ്നാട് കടയനല്ലൂർ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കാർ പൂർണ്ണമായും കത്തി അമരുകയാണ്. യാത്രക്കാർ ഭാഗ്യത്തിന് നേരത്തെ തന്നെ പുക ശ്രദ്ധിച്ചതുകൊണ്ട് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജിൽസി, ഈ അപകടം നടന്നിരിക്കുന്നത് കല്ലിപുരം കഴിഞ്ഞ് തിരുവനന്തപുരം ചെങ്കോട്ട മലയോര ഹൈവേയിലേക്ക് കടക്കുന്ന ഭാഗത്ത് വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 6 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ഈ എഞ്ചിൻ ഭാഗത്ത് നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വളരെ വേഗത്തിൽ തന്നെ ആ വാഹനം വശത്തേക്ക് ഒതുക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇവർ ഈ തമിഴ്നാട് കടയനല്ലൂർ സ്വദേശികളാണ്. കടയനല്ലൂരിൽ നിന്നും കഴിഞ്ഞ രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുകയും അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരാളിനെ വിമാനം കയറ്റി വിട്ടതിന് ശേഷം തിരികെ പോവുകയുമായിരുന്നു. ഒരുപക്ഷെ ഈ വാഹനം വളരെ അധികം സമയം ഇത്തരത്തിൽ ഓടിയത് കൊണ്ടാകാം ഇത്തരത്തിൽ തീപിടിക്കാൻ ഒരു കാരണം ഉണ്ടായെന്നുള്ളത് മാത്രമാണ് ഒരു പ്രാഥമിക നിഗമനം. മറ്റു കാര്യങ്ങളെല്ലാം ഇനി വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതിൽ ഡ്രൈവറിന് പുറമെ നിരവധി ആളുകൾ യാത്രക്കാർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. ആ കാർ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. സൈഫ്, ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്? രണ്ടാമത്തെ തീപിടുത്തം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ സ്വിഫ്റ്റ് ബസ് കത്തി റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രിക് കാറ്, ഇലക്ട്രിക് ബൈക്കുകളൊക്കെ കത്തുന്ന അപകടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്ലാത്ത വാഹനങ്ങളും തീർച്ചയായിട്ടും അത് ഈ കാറുകൾ മാത്രമല്ല, 2 വീലറൊക്കെ നിന്ന നിൽപ്പിൽ കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യം, കാരണം നമ്മളൊരു സേഫ്റ്റി കൂടിയാണ് യാത്ര ചെയ്യുമ്പോൾ. ഒരുപക്ഷെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് കുടുങ്ങിപ്പോയ ആളുകളൊക്കെ എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ശരി, നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് വരുന്നു. അത് മലപ്പുറം എടവണ്ണയിൽ നിന്ന്